നമസ്കാരം. പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം. അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. സ്വകാര്യ വ്യക്തി മണ്ണിട്ട് പാടം നികത്തിയതിൽ വെള്ളം ഒഴിഞ്ഞു പോകാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പറപ്പൂർ വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകി. പറപ്പൂർ പഞ്ചായത്തിലെ 2ാം വാർഡിലുള്ള അമലപ്പാടത്തുള്ള ചാലിത്തോട് 2020 കാലയളവിൽ PMKSY നീർത്തട പദ്ധതി പ്രകാരം ആഴം കൂട്ടി സൈഡ് കെട്ടി സംരക്ഷിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചാലിപ്പുത്തൻതോട് VCBയും നിർമ്മിച്ചു. ഈ സമയത്ത് ലഭിച്ച ടൺ കണക്കിന് മണ്ണ് പുത്തൻതോടിന് സമീപമുള്ള സ്ഥലമുടമ കല്ലൻ അലവിക്കുട്ടി എന്ന സ്വകാര്യ വ്യക്തിയുടെ നഞ്ചഭൂമിയായ പാടം നികത്തുന്നതിനാണ് ഉപയോഗിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഏകദേശം 1 മീറ്റർ ഉയരത്തിൽ 1 ഏക്കറിനടുത്ത് സ്ഥലം മണ്ണിട്ട് നികത്തുകയുണ്ടായി. പ്രസ്തുത മണ്ണ് നീക്കം ചെയ്യുകയോ സുരക്ഷിത സ്ഥലത്ത് നിക്ഷേപിക്കുകയോ ചെയ്യാതെ പാടം മണ്ണിട്ട് നികത്തുന്നതിന് അധികൃതർ കൂട്ടുനിൽക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു. 2021 മുൻപ് മഴക്കാലമായാൽ പുഴ നിറഞ്ഞു കവിഞ്ഞാൽ പുത്തൻതോട്ടിലൂടെ വെള്ളം അമലപ്പാടത്തേക്ക് ഒഴുകുകയും വെള്ളം കയറുന്ന പക്ഷം തോട്ടിലൂടെ തിരിച്ചു പുഴയിലേക്കും സുഗമമായി ഒഴുകിയിരുന്നു. എന്നാൽ പുത്തൻതോടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പാടം 2021 1 മീറ്റർ ഉയരത്തിൽ ഉയർത്തിയത് കാരണം പുത്തൻതോടിന് കിഴക്ക് ഭാഗത്തുള്ള 100ഓളം വീടുകളിൽ, എരുമപ്പുഴ ഭാഗത്തുള്ള 50ലേറെ വീടുകളിലും വെള്ളം കയറി. വെള്ളം ഇറങ്ങാതെ നിൽക്കുകയുണ്ടായി. 2024 ജൂലൈ 30-നുണ്ടായ പ്രളയത്തിൽ ഈ പ്രശ്നം നേരിട്ട് പറപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പറപ്പൂർ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, മറ്റു ജനപ്രതിനിധികളും പഞ്ചായത്ത് സെക്രട്ടറി, പ്രദേശവാസികൾ എന്നിവർ ചേർന്ന് ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ടതുമാണ്. ആയതിനാൽ ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് നാട്ടുകാർ അഭ്യർത്ഥിച്ചു. ആളുകളെ പോയി, അതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. മെയിൻ പ്രശ്നം അതാണ്. അങ്ങനെ പോയച്ചാൽ കൂടി വെള്ളം ഞങ്ങളവിടെ എത്തുമ്പോൾ ഞങ്ങളെ വീട്ടിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറണപ്പോ 10-20 പെരയില് ഞങ്ങൾ ഇവിടുന്നാണ് എണ്ണ നോക്കി 10-60 ജില്ലാ പെരയില്. പക്ഷെ അത് ഒരു തലക്കന്ന് നീക്കിയെങ്കിലേ തടസ്സം നീരുള്ളൂ. ഞാൻ പറഞ്ഞോ ഇവിടുത്തെ രൂപരേഖ ആദ്യം സാറിന് എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഇങ്ങനെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മൂപ്പര് അത്ര പ്രായം നമുക്കില്ല എങ്കിലും തോട്ടുകൂടിയല്ല, അതായത് രൂപരേഖ ഇടുന്നുണ്ട്. പോയെല്ലാം വരുമ്പോ വെള്ളം നിറഞ്ഞു വരുമ്പോ ഇതിലെ പോയിരുന്ന സ്ഥലം ആ സിസ്റ്റം ആയിരുന്നു ഈ പറമ്പും. അപ്പൊ അതില് വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോ എത്ര അങ്ങോട്ടാണ് വരുന്നത്. ഈ പറമ്പും കിടന്നു ഈ ഭൂമി നോക്കിയാൽ ഇനി എങ്ങനെയാന്നുള്ളത് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ള തീരുമാനം എല്ലാരും കൂടി എടുക്കാം. അതായത് ഭൂമി പൊന്താന്ന് പറഞ്ഞാല് ഭൂമി വെറുതെ പൊന്തില്ലല്ലോ, പൊന്തും. അപ്പൊ അതാണ് പറഞ്ഞത്, ഞമ്മക്ക് ഇങ്ങൾക്കൊരു വിരോധം ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളെ വീടും നിങ്ങളെ പറമ്പിന്റെ തന്നെയാണ് എന്റെ വീടും. അവിടെ എന്റെ വീട്ടിലൊക്കെ വെള്ളം നിൽക്കണേ, അപ്പോഴും പൊയ്ച്ചാലും മുറിഞ്ഞു വലിച്ചിട്ടില്ല. അതാണ് പൊയ്ച്ചാലും മുറിഞ്ഞു വലിച്ചിട്ട് അരക്ക് വെള്ളത്തിലാവുമ്പോഴേ നമ്മളെ വരെ ഇവിടുന്ന് കൊണ്ടുപോകില്ല. അപ്പോഴേ നമ്മളെ വീട്ടിൽ വെള്ളത്തില് അൽക്കുട്ടിയാക്കാന്റെ എന്റെ പേരന്റെ മുന്നുള്ള പറമ്പും ആ വള്ളത്തുകാരെ കുട്ടിയാക്കാന്റെ പറമ്പും കൂടിയും മുട്ടിന് ഡിഫറൻസ് ഉണ്ട്. അതിൽ കൂടി വെള്ളം വന്നാണ്ടാണ് പിന്നെ നമ്മൾ തറവാട്ടിന് പോയിന്നിണ്ട് നമ്മളെ വല്യോടൂലേ. അല്ല, പരിഹാരം എങ്ങനെയാന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾ തീരുമാനിച്ച, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ച. ഈ തൊഴിലില്ല, ഈ തൊഴിലുള്ള ഈ ബാക്ക് സൈഡ് എടുത്തിന്റെ അറ്റോടെ അങ്ങനെ പോയാൽ കണ്ടൂടെ ആ പറമ്പ്. ഇതാണ് ഒരു മിനിറ്റ് കൊണ്ട് വരും. ഇവിടെ ഈ പറമ്പിന്റെ ഡിഫറൻസ് അവിടെ കാണും. ഇതിന്റെ ഭൂമി അവിടെ ഉണ്ട്. ബാക്കി പിന്നെ അതല്ല, പിന്നെ ആ വളവിലെ ഒരു കൈത്തോടുണ്ട്. ഇവിടെ ഈ മൂലക്കിലൊരു കൈത്തോടുണ്ട്. അത് ആ കക്കോളം റോഡിന്റെ മൂലയ്ക്ക് ഒന്ന് ചാടുകയാണ്. അത് ഫുള്ള് അടഞ്ഞ് അവിടെ ഫുള്ള് അതും ഫുള്ള് മണ്ണിട്ടാണ് ആ ഫുള്ള് അതും തോട് നായിക്കേണ്ട ആ തലിമാണ് കൊടുക്കുക. അപ്പോഴേ തോട് കാര്യം കിട്ടും. അത് മാത്രമല്ല ചീപ്പുകളും എടുക്കാനും കിട്ടിയിട്ടില്ല. എങ്ങനെ ചെയ്യും? എങ്ങനെ, എന്തുകൊണ്ട്? മാൻ പവർ ഉപയോഗിച്ചിട്ടോ അതോ
മെഷീൻസ് പറ്റില്ല. അത് ഇതിപ്പോ ഇട്ട മണ്ണ് നീക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അതാ പറഞ്ഞത്, ഇട്ട മണ്ണ് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ഒരുപാടുണ്ട്. അല്ല ഇത് പിന്നെ മെഷീനെ വെച്ച് ചെയ്യല്ലാതെ പിന്നെ മാറ്റുകയാണെങ്കിൽ മെഷീനെ ചെയ്യാണ്ടല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെയാണെങ്കിൽ അയാളെ കൺസെന്റോട് കൂടി ചെയ്യണം. കണ്ടോട്ടെ. അപ്പോഴല്ല പിന്നെ നോക്കാനാ, നാളത്തെ നോക്കാം. ആയിക്കോട്ടെ, വില നേരെ വൈകണ്ട, ഈ ചൂട് കൊടുക്കാൻ ആയിക്കോട്ടെ. അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.